സന്നിധാനത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ADGP ശ്രീജിത്താണ് നമുക്കൊപ്പം ഉള്ളത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കുകയാണ്. എന്തായാലും ഇനി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ തിരുവാഭരണ പേടകം ഇവിടേക്ക് എത്തും. അതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് പൂർത്തിയായോ? എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 5000-ഓളം ഉദ്യോഗസ്ഥരെ നമ്മൾ നിലയ്ക്കലും പമ്പയും സന്നിധാനമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 1500-ഓളം ആൾക്കാർ ഇടുക്കിയിലും എരുമേലിയിലും ഇടുക്കിയിലും 1000-ഓളം ആൾക്കാർ വേറെയും വിന്യസിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമ്മളതുപോലെ എല്ലായിടത്തും നമ്മൾ ഈ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ആൾക്കാർ കയറി അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ദർശനം കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ച് പോകുന്ന എത്ര വേഗമാണ് എന്നുള്ളതിനനുസരിച്ചാണ് തുടർന്നുള്ള ആൾക്കാർക്ക് വരുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിലുള്ള സൗകര്യം ഉണ്ടാവുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ളവർ എത്രയും വേഗം ജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങണമെന്നും ജ്യോതി ദർശനത്തിന് നിൽക്കുന്നവർ യാതൊരു കാരണവശാലും പിന്നീട് ദർശനത്തിന് വരരുതെന്നും അങ്ങനെ കൊണ്ടുണ്ട് പറയാൻ മറന്നുപോയി. അത് നിർബന്ധമാണ്. കാരണം എക്സിറ്റ് റൂട്ടുകളിലൂടെ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ കയറി വരുന്നവർക്ക് ഇനി കൃത്യമായിട്ട് വരാൻ സാധിക്കുള്ളൂ. കാര്യം ഒരു വലിയ തിരക്ക് ഇത്തവണ ഈ വർഷം പൊതുവേ ഉണ്ട്. ഈ മകരവിളക്ക് ദിവസങ്ങളിലും ഏകദേശം 1.5 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ സന്നിധാനത്തും അനുബന്ധ കേന്ദ്രങ്ങളിലും മാത്രമുള്ളത്. അതിന് ഒരു വലിയ തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം ഭഗവാൻ കൃത്യമായി ക്രമീകരിക്കുന്നുള്ള ഞങ്ങളെല്ലാവരും ഭഗവാന്റെ ദാസരാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലും ഇതുവരെ അദ്ദേഹം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ഇനി ഞങ്ങളെ കൈവിടില്ല. ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ തിരിച്ച് സ്വസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. അത് നിർവഹിക്കാനുള്ള ശക്തി ഭഗവാൻ ഞങ്ങൾക്ക് തരും. കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെയല്ലേ? കഴിഞ്ഞ വർഷം തന്നെ എല്ലാ വർഷവും തന്നെ പറയാനുള്ളൂ. ഇക്കൊല്ലം ഇപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷത്തോളം ഭക്തർ കൂടുതൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. ഓരോ വർഷം കഴിയുന്നതോറും ഭക്തരുടെ എണ്ണം കൂടുകയാണ്. അതൊരു ഞങ്ങളെ സംബന്ധിച്ചോളം 2 തരത്തിലാണ്. അത് ഒരു തരത്തിൽ വളരെ വലിയൊരു ഹർഷോന്മാദം തരുന്ന കാര്യമാണ്. ഭഗവാന്റെ പേര് കൂടുതൽ യശസ് കീർത്തി. വേറൊരു തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ള അങ്കലാപ്പമുണ്ട്. ഇതിങ്ങനെ കൂടി വന്നാൽ എന്ത് ചെയ്യും? അതിന് ഭഗവാൻ തന്നെ പരിഹാരം കാണുന്നുള്ള പ്രതീക്ഷയിലാണ്. എരുമേലിലൊക്കെ ഇപ്പം തീർത്ഥാടകരുടെ വാഹനം രാവിലെ മുതൽ തടയുന്നുണ്ട്. ആ വരുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങളൊക്കെ ഇപ്പം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വാഹനങ്ങൾ മാത്രമേ തടഞ്ഞിട്ടുള്ളൂ, തീർത്ഥാടകരെ തടഞ്ഞിട്ടില്ല. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. നിലയ്ക്കൽ ഏകദേശം ഒരു 11,000-ഓളം വാഹനങ്ങളായി കഴിഞ്ഞു ഓൾറെഡി. അതിനെ കൂടുതൽ അവിടെ കൊള്ളില്ല. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഒരു കാർമൽ കോളേജിൻ്റെ അധികൃതരുടെ സൗമനസ്യം കൊണ്ട് അവിടെ ഒരു 100-150 വാഹനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. തുടർന്ന് എരുമേലിയിലും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വാഹനങ്ങൾ, അതാ ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ളവർ ഇനി പുറത്തോട്ട് പോയാൽ മാത്രമേ ഇനി വാഹനങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. നമ്മൾ അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ട് അവർ KSRTC ബസ്സുകളിൽ കയറി വരാനാണ്. KSRTC ബസ്സുകൾ ഇഷ്ടംപോലെ. അത് ഇന്നലെ അങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് അതാണ്. ഇവിടെയുള്ള ജനസഞ്ചയം മുഴുവൻ ഒഴിഞ്ഞു പോയി അവിടുത്തെ വാഹനങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അവരുടെ സ്വന്തം വാഹനങ്ങൾ വരാനായിട്ട് സാധിക്കും. ഒരു മടക്കയാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് പമ്പയിലടക്കം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് KSRTCയുടെ സംവിധാനങ്ങൾ അത് കൂടുതൽ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. 1000 ബസ്സുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഷട്ടിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചെന്ന് എത്രയും പെട്ടെന്ന് ബസ്സുകളിൽ കയറുക, പമ്പ വിട്ടു പോവുക, പമ്പ വിടുക എന്ന് പറഞ്ഞ രീതിയിൽ പമ്പ കടന്നു പോകണം ഇനി. അപ്പം അങ്ങനെ പമ്പ കടന്ന് പാപം മുഴുവൻ ഇവിടെ വെച്ചിട്ട് പോകാനാണ്. ഭഗവാനെ സമർപ്പിച്ചിട്ട് പോയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് വേണം അതെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് മറ്റുള്ള ഭക്തർക്കും സൗകര്യമായിരിക്കും, ഞങ്ങൾക്ക് സൗകര്യമായിരിക്കും, തീർത്ഥാടനത്തിന് സൗകര്യമായിരിക്കും, പോകുന്നവർക്ക് സൗകര്യമായിരിക്കും. സുഖമായിട്ടുള്ള യാത്ര. ഇതാണ് അഭ്യർത്ഥനയുള്ളത്. നന്ദി. വളരെയധികം നന്ദി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങൾ തന്നെയാണ് ADGP ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ശബരിമല സന്നിധാനത്ത് പൂർത്തിയായിരിക്കുകയാണ്. മകരസംക്രമ പൂജ പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രധാനപ്പെട്ട പുണ്യനിമിഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനിയും ഏതാനും മണിക്കൂറുകൾ എണ്ണിയുള്ള കാത്തിരിപ്പിലേക്ക് ഭക്തർ കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുകയാണ്, പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ടോടുകൂടി സന്നിധാനത്തേക്ക് മനക്കൂട്ടത്തേക്ക് എത്തുമ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചയ്ക്കായിരിക്കും സന്നിധാനം സാക്ഷ്യം വഹിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ വചനമന്ത്രങ്ങളോടുകൂടി ചരണമന്ത്രങ്ങൾ ഉരുവിട്ട് തമ്പടിച്ചിരിക്കുന്ന ഭക്തരെയാണ് സന്നിധാനത്തെ വിവിധ മേഖലകളിൽ നിന്നെല്ലാം നമ്മൾ ഈ മണിക്കൂറുകളായി കഴിഞ്ഞ 24 മണിക്കൂർ 48 മണിക്കൂറായി കണ്ടുകൊണ്ടിരിക്കുന്ന അവരെല്ലാം ഉറക്കം വിളിച്ച് കാത്തിരിക്കുന്നത് ഈ പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ്. മകരജ്യോതി ദർശനത്തിന് വേണ്ടി തിരുവാഭരണ വിഭൂഷിതനായുള്ള ഭഗവാൻ ആ ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലത്തേട്ടിൽ മകരവിളക്ക് തെളിയുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഭക്തർ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത്. ഈ ഒരു നിമിഷം ഇവിടെ ഈ നിൽക്കുന്ന ആ ഒരു സമയത്തേക്ക്, അതായത് ഇനി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ഈ ഒരു ഭക്തനെ കൊണ്ട് നിറയും. അതോടൊപ്പം തന്നെ ഈ വരുന്ന വഴികളിലൊക്കെ വിവിധ ക്യാമറകളിലെ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്കത് പ്രകടമായി തന്നെ ഉണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിലൊക്കെ ഇപ്പോൾ ADGP പറഞ്ഞ പോലെ തന്നെ 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തിൻ്റെ വിവിധ മേഖലയിൽ ഉൾവനത്തിലടക്കം ഈ മകരജ്യോതി മകരവിളക്കും കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ഭക്തരിങ്ങനെ
കാത്തു നിൽക്കുകയാണ്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഏതായാലും നിമിഷത്തേക്ക് ഉള്ള ഒരു കാത്തിരിപ്പാണ്. എന്തായാലും തിരുവാഭരണ പേടകം ഇങ്ങനെ കാട്ടാറും കാട്ടരുവികളും ഒക്കെ കടന്നുകൊണ്ട് ഭഗവാന്റെ പൂങ്കാവനത്തിലൂടെ, പുണ്യം നിറയുന്ന പൂങ്കാവനത്തിലൂടെ ആ ഒരു മനോഹരമായുള്ള യാത്രയാണ്. എല്ലായിടങ്ങളിലും ഇങ്ങനെ ഭക്തരെ കൊണ്ട് നിറഞ്ഞ ആ സ്വീകരണങ്ങൾ, ഹൃദ്യമായ സ്വീകരണങ്ങളൊക്കെ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് എത്തുന്ന ആ ഒരു മനോഹരമായുള്ള കാഴ്ചയാണ്. എന്തായാലും ഈ സന്നിധാനത്തെ ഈ തിരക്കൊഴിയുന്ന ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇതിന് ഈ ശബരിമല സന്നിധാനം ഒന്നാകെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പുലിവാഹനനായുള്ള അയ്യപ്പൻ്റെ ആ ഒരു ചിത്രം എത്ര മനോഹരമായിട്ടാണ് ഭഗവാന്റെ ആ തിരുമുന്നിൽ തന്നെ ഓലയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയാണ് ഇങ്ങനെ കണ്ടു നിൽക്കാൻ എന്നുള്ളതാണ്. ശിവഭഗവാനും പാർവതീദേവിയും ഗണപതിയും പുലിവാഹനായ അയ്യപ്പസ്വാമിയും ഒക്കെയുള്ള ആ മനോഹര ചിത്രം, ഓലയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എത്ര മനോഹരമായി, അങ്ങനെ പുഷ്പാലങ്കൃത വിരുദ്ധമായിട്ട് മനോഹരമായി സന്നിധാനം മാറിയിരിക്കുകയാണ്. ആ നിമിഷത്തിന് വേണ്ടി പുണ്യകരമായ ഈ ദിവസത്തെ എല്ലാ വർഷവും നമ്മൾ കാണാവുന്നതാണ് ഇവിടെ. കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ എത്ര മനോഹരമാക്കാൻ കഴിയുമോ അത്രയൊക്കെ മനോഹരമാക്കിക്കൊണ്ട് കലാകാരന്മാർ അവരുടെ പൂർണ്ണ ആത്മസമർപ്പണത്തോടു കൂടിയാണ് ഈ ചിത്രങ്ങളൊക്കെ ആലോചന ചെയ്ത് ഇവിടെ മകരവിളക്കിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും കൂടുതൽ അതിഥികളിലേക്കൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. എന്തായാലും ക്രമീകരണങ്ങളിലേക്കൊക്കെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്തായാലും ഈ അലങ്കാരം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അലങ്കാരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് പോകേണ്ടിയിരിക്കുന്നത്. പുഷ്പാലങ്കൃതമായിട്ടുള്ള സന്നിധാനം, ഏറ്റവും ഭക്തിയുടെ പരിമിതിയിലേക്ക് സന്നിധാനം എത്തുമ്പോൾ കലാകാരന്മാർ അവർക്ക് അങ്ങനെ ഒരു അവസര നിമിഷം ലഭിക്കുമ്പോൾ, ഒരു സാധ്യത ലഭിക്കുമ്പോൾ, സന്നിധാനം അലങ്കരിക്കുന്നതിനുള്ള സാധ്യത ലഭിക്കുമ്പോൾ ആ കലാകാരന്മാർ ഏറ്റവും പ്രൗഢ ഗംഭീരമായി തന്നെ സന്നിധാനം മാറ്റിയിരിക്കുകയാണ്, മനോഹരമാക്കിയിരിക്കുകയാണ്. ഓലയിൽ ശിവഭഗവാനെയും പാർവതീദേവിയും ഗണപതി ഭഗവാനെയും ഒക്കെ ആലേഖനം ചെയ്ത് പുലിവാഹനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ആലേഖനം ചെയ്തിരിക്കുന്ന ആ മനോഹര ദൃശ്യങ്ങളൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, പുഷ്പാലങ്കൃതമായിട്ടുള്ള സന്നിധാനം. താഴെ പാണ്ടിത്താവളത്തും അന്നദാന മണ്ഡപത്തിന് സമീപമുള്ള ഭാഗങ്ങളിലും മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങളിലും ഭജനകളും അയ്യപ്പ സ്തുതികളും ഒക്കെയായി കാത്തിരിക്കുന്ന ഭക്തജനസഹസ്രങ്ങൾ, അവരെല്ലാം ഇങ്ങനെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഏതായാലും ഇതിന് പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ദേവസ്വത്തിൻ്റെ ചുമതല വഹിക്കുന്ന, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. രാജമാണിക്യം IAS ആണ് നമുക്കൊപ്പം ഉള്ളത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി ഇങ്ങനെ ഭഗവാന്റെ മണ്ണിലേക്ക്, ഭഗവാന്റെ മുന്നിലേക്ക് ആ ഒരു ഏറ്റവും പുണ്യം നിറയുന്ന ആ നിമിഷത്തിലേക്കുള്ളൊരു കാത്തിരിപ്പല്ലേ? അതെ, ഇപ്പോൾ പൂജ കഴിഞ്ഞ് ഇനി തിരുവാഭരണം വരാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്ര വരുന്ന ആൾക്കാർ തിരിച്ച് മകരവിളക്ക് കണ്ടിട്ട് തിരിച്ച് താഴെ പോയി ഒരു വീടെത്തുന്ന വരെ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം 1000-ഓളം ബസ്സുകൾ ഇതിനു വേണ്ടി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 പാതകളിലായിട്ടാണ് എക്സിറ്റ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്ത് ഓപ്പോസിറ്റിലുള്ള മറ്റേ പാലത്തിൻ്റെ അപ്പുറത്ത് പോകുക, മറ്റേത് പാണ്ടിത്താവളത്തിൽ നിന്ന് ഈ ബെയിലി പാലത്തിൻ്റെ ആ റൂട്ടിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് മുകളിലിരുന്ന് താഴെയിരുന്ന് മുകളിൽ വരുന്ന ഭക്തർക്ക് തടസ്സമില്ലാത്ത രീതിക്കുള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. ഈ നമ്മളുടെ തിരുവാഭരണം വന്നു കഴിഞ്ഞാൽ അയ്യപ്പൻ അത് ചാർത്തി ദീപാരാധന കഴിഞ്ഞാൽ നമ്മൾ മകരവിളക്ക് തെളിയുന്ന സമയമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. TDBയും പോലീസും എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്നിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അയ്യൻ്റെ മകരവിളക്ക് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരു വ്യക്തിപരമായൊരു ചോദ്യം കൂടിയാണ്. എന്തായാലും ഈ ഒരു നിമിഷം ഭഗവാന്റെ മുന്നിലേക്ക് നിൽക്കുക, ഈ പുണ്യം നിറയുന്ന നിമിഷം ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് മുന്നിൽ നിൽക്കുക, അതൊരു മഹാഭാഗ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ വാക്കുകൾ പറയാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതെപ്പോഴും. ഭഗവാൻ സ്ഥലത്ത് വരിക എന്നുള്ളത് തന്നെ പുണ്യം ചെയ്താൽ മാത്രമേ വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ തത്വമസിയായി നമ്മൾ ഭഗവാൻ ഇവിടെ കാണാൻ വരുമ്പോഴും നമുക്ക് അതിനകത്ത് തന്നെ നിന്ന് ഭഗവാനെ തൊഴാനുള്ള ഒരു പ്രാപ്തിയും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ വളരെ ഏറെ ചരിതാർത്ഥ്യമുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു നിമിഷം, ഈ ഒരു ദിവസം ഇവിടേക്ക് എത്താനുള്ളൊരു മഹാഭാഗ്യം കൂടി അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രവൃത്തിയും ദൈവത്തിനല്ലേ അർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കാനുള്ളത് പോലും ദൈവത്തിൻ്റെ ഒരു കാര്യപ്രാപ്തി തന്നെയാണ്. അപ്പോൾ അതിന് വളരെയേറെ ചരിതാർത്ഥ്യമുണ്ട്, ദൈവത്തിനോട് നന്ദിയുണ്ട്. അയ്യപ്പ ഭക്തനായിക്കൊണ്ട് സേവനം ഡ്യൂട്ടി അനുഷ്ഠിക്കുകയാണ്, അത് അങ്ങേക്ക് കർത്തവ്യമായിട്ടുള്ള കാര്യം. ആയിക്കൊണ്ടല്ല, അയ്യപ്പ ഭക്തനാണ് ചെറുപ്പം തൊട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഭക്തനായ ഒരാൾക്ക് അയ്യപ്പനോട് കൂടി നിന്ന് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ്. ചെറുപ്പം മുതൽ വലിയൊരു അയ്യപ്പ ഭക്തനാണ്. ചെറുപ്പം മുതൽ നമ്മൾ മല ചവിട്ടി വരാറുണ്ട്.
അപ്പോൾ പണ്ട് വന്നിട്ടുണ്ട്, ചെറുപ്പകാലത്ത് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കേരള വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ദേവസ്വം സെക്രട്ടറി ആയതിനു ശേഷം കുറച്ചുകൂടി അടുത്ത അയ്യപ്പനുമായിട്ട് ഇരിക്കാൻ പറ്റുന്ന. അന്നത്തെ ഒരു അനുഭവവും ഇന്നത്തെ ഒരു അനുഭവവും തമ്മിൽ അവിടെ നാട്ടിൽ നിന്നും കെട്ടി ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഭഗവാൻ നിയോഗിച്ച ഒരു ജോലിക്ക് ഇവിടേക്ക് എത്തുന്നു. ശരിക്കും ഒരു വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയല്ലേ ഇത്? തീർച്ചയായിട്ടും. ഇതിന് വെച്ചല്ലേ, അപ്പോൾ ഒരു നല്ല ചെറിയ ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആ അനുഭവമാണ്. എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ നമ്മൾ സാധാരണമായിട്ട് എല്ലാവരെയും പോലെ അങ്ങോട്ട് വരിയിൽ നിന്ന് 14 മണിക്കൂർ 15 മണിക്കൂർ വരിയിൽ നിന്ന് വന്നിട്ടുണ്ട്. താഴെ വന്ന് നടയടയ്ക്കുന്നത് തൊട്ട് മുൻപ് നടയടച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ നിന്ന് കണ്ട് പോയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതോടെ വെളിച്ചത്തിൽ ഒരു ഭക്തരായിട്ട് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എന്തൊക്കെയാണ് സർക്കാരുടെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതെന്നുള്ള ആ ഒരു അറിവും കൂടി ഒരു അനുഭവം കൂടി ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സവിശേഷത. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഈ തിരക്കുള്ള സമയത്ത് നമുക്കൊപ്പം ചേർന്നതിൽ, ജനം TV പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിൽ ഒരുപാട് നന്ദി. വിഷയം എന്തായാലും ഇത് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തൻ്റെയും അനുഭവം. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള അനുഭവമാണ് ഈ ശബരിമല സന്നിധാനത്ത് നിൽക്കുമ്പോഴുള്ളത്.